ചേച്ചി ഓണം ആയതുകൊണ്ട് ഡയാനയ്ക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ചോദിക്കാൻ അതിപ്പോ ലെവൻ ഫ്രൂട്ട്സ് പുതിയ പ്രോഡക്ട്സ് ഒക്കെ എടുക്കാൻ പോകുന്നു പറഞ്ഞ പോലെ ചേച്ചി എന്നെ കണ്ടോ, എന്നെ മുഖ കണ്ടായിരുന്നോ? ഞാൻ ഉറങ്ങാണ്ട് ഉറക്കം ഉളച്ചിരുന്ന ചേച്ചിക്ക് വേണ്ടിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നേണേ ഇത്. എന്ത് കഷ്ടപ്പെട്ടറിയുമോ? 2 കേസായി എനിക്കത്. സംഭവം നോക്കുമ്പോ ചേച്ചി 2 കേസ് ഞങ്ങൾ എക്സൈറ്റഡ് അതൊക്കെ ഉണ്ട്. വെറൈറ്റി ആണ് ചേച്ചി. ഞാൻ കുറച്ച് ദിവസമൊക്കെ എടുത്തോട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചേച്ചിക്ക് വേണ്ടിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നേക്കുവാണ്. ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ആണത്. ചേച്ചി മറന്നുപോയി സംഭവം. അത് ഡയാന കണ്ടുപിടിച്ചത്. തുറക്കണം. എന്നാ ചേച്ചി പേടിക്കുന്നില്ല? എന്നെത്ര പേടിക്കുന്ന ചേച്ചിയല്ലേ കൊണ്ട് നല്ല ഗിഫ്റ്റ് ആയിരിക്കും. എന്റെ കോട്ടയംകാരുടെ മുമ്പ് വെച്ച് സാറേ, സാറിന്റെ മുമ്പ് വെച്ച് സാർ ബാക്കി വന്നേ. കൊച്ചു 4 ദിവസം ഉറക്കം ഒഴിഞ്ഞൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നോക്ക് ചേച്ചി, ധൈര്യം നീനും കൂടെ വേണം കേട്ടോ. പാർവതി സാധനം എടുക്കണം. നീ പൊട്ടിത്തെറിക്കോ? ബോംബല്ല ചേച്ചി അടുത്തത് നിനക്കാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. എന്താ ചേച്ചി അത്? റോസാപ്പൂ ചേച്ചി ഈ റോസാപ്പൂ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് ചുമന്ന കളറുള്ള റോസാപ്പൂ വേണോന്ന് പറഞ്ഞു. അതൊരു വീട്ടിൽ കയറി പറിച്ചു. അതിൽ കേസായി. ഒന്നായ വെള്ള കളർ വേണോന്ന് പറഞ്ഞു. അത് കയറി പറിച്ചു. അതും കേസായേ. ലാസ്റ്റ് പറഞ്ഞു ചേച്ചിക്കല്ലേ സ്പെഷ്യലായിട്ട് മഞ്ഞ റോസാപ്പൂ വേണോന്ന് പറഞ്ഞു. മഞ്ഞ റോസാപ്പൂ നോക്കിയിട്ട് എങ്ങും കിട്ടില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പം റീത്തിന്ന് എടുത്തോണ്ട് അതെടുക്കരുത്, അത് വേണ്ട, അത് വേണ്ട. പിന്നെ വെള്ളയിലും ചുവപ്പിലും അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി. ചേച്ചി മമ്മൂക്കയ്ക്ക് ഉണ്ടായി കൊടുത്ത സ്പെഷ്യൽ സാധനമാണ് റോസാപ്പൂ ചമ്മന്തി. മമ്മൂക്കയ്ക്ക് ഉണ്ടായി കൊടുത്തപ്പോഴേ പുള്ളി കുറച്ച് രസം എടുത്ത് തലയിലോട്ട് ഒഴിച്ചത്. ഉണ്ടാക്കിയതിന്റെ പാട് ഞാൻ മറന്നിട്ടില്ല ഇതുവരെ. പ്രേക്ഷകരെ കാണിച്ചത് എഴുതിയേക്കുന്നേ റോസാപ്പൂ ചമ്മന്തി. അത് ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അറിയാൻ വേണ്ടിട്ടാണ് അത് പേര് എഴുതിയത്. ചേച്ചി പറയട്ടെ, ചേച്ചിക്ക് ഇഷ്ടായോ? ഇഷ്ടായി. അത് കേട്ടാ മതി. ഇതിന്റെ പുറകെ രസമൊന്നും വരത്തില്ലല്ലോ അല്ലേ? നല്ല മണം. മണം ഉണ്ടോ ചേച്ചി? മണം കുറഞ്ഞു. കാര്യം ഒരു 6 ദിവസം ആയി അരച്ചിട്ട്. അതിന്റെ ചെറിയൊരു കുറവ്. നമുക്ക് സാറിനെ കാണിക്കണ്ടേ? സാർ മണത്ത് നോക്കിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തരാം. ഇദ്ദേഹം പറയും അത് മണത്ത് നോക്കി പറയുന്ന ആളാണ്. സാർ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ചമ്മന്തികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ഇതുപോലെ റോസാപ്പൂ ചമ്മന്തി പോലെ അങ്ങനെ വെറൈറ്റി കാണുവാല്ലേ? അല്ല ആനി ചേച്ചി, ഞങ്ങൾക്ക് ആ ഒരു സ്റ്റോറി കേൾക്കണം. ബിക്കോസ് ആ ഒരു സീൻ ആരും മറക്കില്ല. സീൻ കഴിഞ്ഞു അപ്പത്തേക്ക് രസം ഒഴിക്കുന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഓൺ ദി സ്പോട്ടാണ് മമ്മൂക്ക ശരിക്കും പറഞ്ഞ ആ രസം എടുത്ത് തലയിൽ ഒഴിച്ചു തന്നത്. അല്ലാതെ എനിക്ക് അറിയേയില്ലായിരുന്നു. അത് ശരിക്കുള്ള റിയാക്ഷൻ ആയിരുന്നു അത്. ശരിക്കും അത് ശരിക്കും എന്താ ഉപ്പ് വരും പുളി എല്ലാം കൂടെ ദേഹത്തോട് പോകുമ്പോൾ അവസ്ഥ എന്താണ്? കരഞ്ഞോ? വിഷം സങ്കടമായോ? ഇല്ല കേട്ടോ, ഇല്ല. ഐ എൻജോയ്. അപ്പൊ എന്തായാലും ഓണമൊക്കെ ആണല്ലോ, എല്ലാരും വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം. പിന്നെന്താ അല്ലേ? ഓക്കെ, താങ്ക് യു.